വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ ബന്ധുവാണ് കുത്തിയ. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഈ കേസിൽ അർജുനെ വെറുതെ വിട്ടത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും വലിയ തരത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമാണ്. എന്താണ് ഈ സംഭവം? ഈ കുത്തിയത് അർജുന്റെ ബന്ധു എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധുവാണ്. എന്താണ് ഇതിന് ഇടയാക്കിയത്? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അല്പം മുമ്പ് വണ്ടിപ്പെരിയാർ ടൗണിൽ സംഭവം ഈ കുറ്റവിമുക്തനാക്കപ്പെട്ട സഹോദരനാണ്. ഈ കുത്തേറ്റത് ഈ പെൺകുട്ടിയുടെ അച്ഛനാണ്. പെൺകുട്ടിയുടെ അച്ഛനൊപ്പം മുത്തച്ഛനുണ്ടായിരുന്നു. മുത്തച്ഛനും ചെറിയ തോതിൽ കുത്തേറ്റിട്ടുണ്ട്. പക്ഷേ ഈ ആർക്കും അച്ഛന്റെ കാലിലാണ് കുത്തേറ്റത്. സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റിരിക്കുന്നു. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതിയായ അർജുന്റെ ബന്ധുവാണ് കുത്തിയത്. വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് കുത്തേറ്റതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. പിതാവിന്റെ കാലിനാണ് കുത്തേറ്റത്. ഈ അർജുന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. പിതാവിന്റെ മകൻ എന്നുള്ള വിവരങ്ങളാണ് പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകനാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? ഇപ്പോൾ പരിക്ക്, രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇയാളെ പിടികൂടിയോ? വണ്ടിപ്പെരിയാറിൽ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റിരിക്കുന്നു. അർജുൻ്റെ, അതായത് കേസിലെ പ്രതിയായി വെറുതെ വിട്ട അർജുൻ്റെ ബന്ധുവാണ് കുത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്, ഈ കുത്തിയ ആളിനെ ബന്ധുവിൻ്റെ പേര് പുറത്തു വന്നിട്ടുണ്ടോ? ഇയാളെ പോലീസ് പിടികൂടി? എന്താണ് വിവരങ്ങൾ സാലി? സിജു, അല്പം മുമ്പാണ് സംഭവം നടക്കുന്നത്. ഇരുവരും വണ്ടിപ്പെരിയാർ ടൗണിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതൃ സഹോദരൻ, അതായത് ചിറ്റപ്പൻ, ഇവര് തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ഈ പ്രതിയുടെ ബന്ധു ഈ പെൺകുട്ടിയുടെ അച്ഛനെ കുത്തുകയുമായിരുന്നു. ഇതാണ് സംഭവം. കാലിനാണ് കുത്തേറ്റിരിക്കുന്നത്. പക്ഷെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയുന്നത്. എന്നാലും വണ്ടിപ്പെരിയാറിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. പരിക്ക് ഗുരുതരമല്ല, ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ അച്ഛനും മുത്തച്ഛനും കൂടെ നടന്നു വരുമ്പോൾ അച്ഛനാണ് കുത്തേറ്റത്. മുത്തച്ഛനും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം ഈ അർജുന്റെ ചിറ്റപ്പൻ, ഈ പ്രതിയുടെ പിതൃ സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാളും ആശുപത്രിയിൽ പോയിട്ടുണ്ട്. ഏതായാലും ഇതൊരു ദാരുണമായ സംഭവമായിപ്പോയി. കാരണം ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു കേസ്, ആ കേസ് കോടതിയിൽ ഈ പ്രതിയെ വെറുതെ വിടുന്നു. അതിനെ തുടർന്ന് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഈ കേസിൽ വിചാരണ കോടതിയുടെ ഉത്തരവ് നിയമപരമല്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ. ഈ കേസിൽ വീണ്ടും ഇത് സംബന്ധിച്ച് അപ്പീൽ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പീൽ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അതതിന്റെ നിയമവഴിക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇത് എന്ന കാര്യം തർക്കമില്ല. ഇത് ഏതെങ്കിലും ആസൂത്രിതമായി നടത്തിയതാണോ, ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്? അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ടെന്നാണോ പറയുന്നത്? അതെ, അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. ഈ കുത്തിയ ആൾക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. അതിന്റെ വ്യക്തത അക്കാര്യത്തിൽ കുറവുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ അച്ഛന് കാലിൽ കുത്തേറ്റിട്ടുണ്ട്. കാലിലാണ് കുത്തിയത് എന്നുള്ളതാണ്. ഇയാള് ഈ സംഘർഷത്തിൽ താഴെ വീണു. താഴെ വീണതിനിടെ ഈ അച്ഛന്റെ കാലിൽ കുത്തുകയായിരുന്നു എന്നാണ് കണ്ടതെന്ന് പറയുന്നത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല. പക്ഷേ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് ഈ പ്രതിയുടെ ബന്ധുവാണ് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ശരി, അത് തന്നെയാണ് ആ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. വളരെ വിവാദമായ ഒരു കേസിൽ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട, ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു. കുത്തിയത് കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ അച്ഛന്റെ സഹോദരനാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.